ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരണവുമായി ഒരു നാട്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് 20 ഏക്കർ തൊവരയാൻ റോഡിനെ ആശ്രയിക്കുന്ന 300ഓളം കുടുംബങ്ങളാണ് ശക്തമായ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥ അറിയിച്ചിട്ടും കാണാത്തവർ വോട്ട് ചോദിച്ച് വരണ്ടെന്ന നിലപാടിലാണ് നാട്ടുകാർ. കട്ടപ്പന മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള 20 ഏക്കർ തൊവരയാർ റോഡ് തകർന്നിട്ട് 15 വർഷം പിന്നിടുകയാണ്. പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റിൻ 25 ലക്ഷം രൂപയും നഗരസഭാംഗം 10 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ വാഗ്ദാനങ്ങളല്ലാതെ റോഡ് നിർമ്മാണം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയില്ല. റോഡിലെ ഗർത്തങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പിരിവിട്ട് റോഡിലെ കുഴികൾ മണ്ണിട്ട് നികത്തി. എങ്കിലും യാത്രാക്ലേശം ഈ മേഖലയിൽ രൂക്ഷമാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും വിവിധ വകുപ്പുകൾക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് വോട്ട് ബഹിഷ്കരണം എന്ന തീരുമാനത്തിലേക്ക് നാട്ടുകാർ എത്തിയത്. ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ കൗൺസിലറും ബഹുമാനപ്പെട്ട നമ്മുടെ ഇടുക്കി MLAയും നമ്മുടെ മിനിസ്റ്ററുമായ റോഷി അഗസ്റ്റിനും കൂടെ അറിയാനും ഈ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് 20 ഏക്കർ പൊന്നിക്കവരെയാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ മെയിൻ്റനൻസ് ചെയ്തിട്ട് ഒരു 15 വർഷത്തോളമായി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ വന്നിട്ട് 5 പ്രാവശ്യം ഏതാണ്ട് 25 ലക്ഷം രൂപ വെച്ച് അനുഭവിച്ചു. ഞങ്ങളുടെ കൗൺസിലാണ് 15 പ്രാവശ്യം 10 ലക്ഷം രൂപ വെച്ച് അനുഭവിച്ചു. പക്ഷേ ഈ റോഡിലെ പൊടി മാറുന്നില്ല. ഞങ്ങൾ ഈ നാട്ടുകാരിലാണ് കൂടി 16,000 രൂപ ചിലവാക്കിയാണ് ഈ കുഴി ഒന്ന് നികത്തി കുറച്ച് മണ്ണ് വാരിയിട്ട്. അതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ വാരിയായി. ഈ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച 5 ദിവസം സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ ശ്വാസം മുട്ടലും ആയിട്ട് ഈ പൊടി അടിച്ചൊരു ശ്വാസം മുട്ടലായിട്ട് കിടന്നിട്ട് എനിക്ക് 40,000 രൂപ ചിലവുണ്ട്. ഈ നാട്ടിൽ ഓരോരുത്തർ 20 ഏക്കർ കിടന്ന് ഞങ്ങൾ ഓട്ടോക്കാർ ഒത്തിരി പേരുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓട്ടം വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ മടിയാ. കാരണം ഞങ്ങളുടെ ഗതികേട് കൊണ്ട് വരിക. എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്താൽ 2,000 രൂപ പെനാൽറ്റി വരും. അതൊന്നും ഇവർക്കൊന്നും അറിയണ്ട. ഇലക്ഷൻ സമയത്ത് ഈ വാഗ്ദാനമായിട്ട് ഇങ്ങോട്ട് ഈ വാഗ്ദാനം കൊണ്ട് ഈ കുഴിക്കത്തിട്ട് കഴിഞ്ഞാൽ ഈ കുഴിയൊന്നും നികയിലാരാ. ഇതിന് കാശ് മുടക്കി ടാർ ചെയ്യണം. റോഡിലെ കുഴിയും പൊടിയും താണ്ടി വോട്ട് ചോദിച്ച നേതാക്കൾ ഇങ്ങോട്ട് വരണ്ട എന്ന് കാണിച്ച പ്രദേശവാസികൾ റോഡിൽ ഫ്ലക്സും വെച്ചു. മേഖലയിലെ 300ഓളം കുടുംബങ്ങളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം റോഡിനോടുള്ള അവഗണന തുടരുന്ന സാഹചര്യത്തിൽ പാതയടിച്ച് പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പും പ്രദേശവാസികൾ നൽകി. ജനം, ഇടുക്കി.